ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പാനിങ് ട്രീസ് ആണ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പാനിങ് ട്രീ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ ഗ്രാഫ് ജി തന്നിട്ടുണ്ട്. ജി ഈസ് എ സിമ്പിൾ ഗ്രാഫ്. ദെൻ എ സ്പാനിങ് ട്രീ ഓഫ് ജി ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ജി വിച്ച് ഈസ് എ ട്രീ ആൻഡ് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് ജി. ജി ഒരു സിമ്പിൾ ഗ്രാഫാണ്. ജിയുടെ ഒരു സ്പാനിങ് ട്രീ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി ആൻഡ് ഇറ്റ് ഈസ് എ ട്രീ വിച്ച് കണ്ടെയ്ൻസ് എവറി വെർട്ടെക്സ് ഓഫ് ജി. അതായത് തന്നിട്ടുള്ള ഗ്രാഫ് ജിയുടെ എല്ലാ വെർട്ടെക്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ട്രീ ആണ് സ്പാനിങ് ട്രീ. നമുക്ക് ട്രീ എന്താണെന്നറിയാം, കണക്റ്റഡ് ആയിരിക്കണം, സിമ്പിൾ സർക്യൂട്ട്സ് ഒന്നും ഇൻക്ലൂഡ് വരാനും പാടില്ല. അപ്പോൾ ഈ ഒരു ഫോമിൽ എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുന്ന ഒരു സബ് ഗ്രാഫ്, കണക്റ്റഡ് ആയിരിക്കണം, സിമ്പിൾ സർക്യൂട്ട്സ് വരാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ഗ്രാഫിലെ ജിയിൽ ഇപ്പോൾ എൻ വേർട്ടീസസ് ഉണ്ടെങ്കിൽ ഈ എൻ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഫോമിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സബ് ഗ്രാഫിനെയാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മളൊരു ഗ്രാഫ് എടുത്തു. ഇത് നമ്മുടെ ഗ്രാഫാണ്. ഈ ഗ്രാഫിനകത്ത് ഒരു സ്പാനിങ് ട്രീ, ഗ്രാഫിൽ എത്ര വേർട്ടീസസ് ഉണ്ട്? 4 വേർട്ടീസസ് ഉണ്ട് അല്ലേ? V1, V2, V3, V4. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് കണ്ടീഷൻ എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സബ് ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കണം, സിമ്പിൾ സർക്യൂട്ട്സ് വരാൻ പാടില്ല, പ്ലസ് എല്ലാ വേർട്ടീസസിനെയും കണക്ട് ചെയ്യുന്ന സബ് ഗ്രാഫ് ആയിരിക്കണം. എല്ലാ വേർട്ടീസസും നമ്മുടെ ട്രീക്കകത്ത് വരണം. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഈ 3 എഡ്ജസ് കണക്ട് ചെയ്യുന്ന സബ് ഗ്രാഫ്. അതായത് സബ് ഗ്രാഫ് എങ്ങനെ വരും? V1, V2, V3, V4. ഇപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്. കണക്റ്റഡ് ആണ്, സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ട്രീ ആണ്. അതുപോലെ 4 വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന സബ് ഗ്രാഫാണ്. അപ്പോൾ ഈ വരച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് ട്രീ ആണ്. ഇനി ഒരു ഗ്രാഫിന് ഒരു സ്പാനിങ് ട്രീ മാത്രമല്ല, മേ ബി മോർ ദാൻ 1 സ്പാനിങ് ട്രീസും എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫ് തന്നെ എടുക്കാം. ഇതിൽ നമ്മൾ ഒരു സബ് ഗ്രാഫ് വരച്ചു. ഇത് ഒരു സബ് ഗ്രാഫാണ്, സ്പാനിങ് ട്രീ ആണ്. ഇനി നമ്മൾ ഇതുപോലെ വരച്ചു, V1, V2, V3, V4. ഇതും എന്താണ്? ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ ആണ് അല്ല? ഇവിടെയും സബ് ഗ്രാഫ് ട്രീ ആണ്. അതുപോലെ എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഇങ്ങനെ വരയ്ക്കാം, V1, V2, V3, V4, അല്ലെങ്കിൽ താഴോട്ട് V1, V2, V3, V4. ഇതൊക്കെ എന്താണ്? നമ്മളിപ്പോൾ തന്നിട്ടുള്ള ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ 4 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ്. അപ്പോൾ അതായത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിന് സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പാനിങ് ട്രീ യുണീക്ക് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് മോർ ദാൻ 1 സ്പാനിങ് ട്രീസ് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ 4 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി ഒരു സ്പാനിങ് ട്രീ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ഈസ് കണക്റ്റഡ് if and only if it has a spanning tree. A simple graph G is connected if and only if it has a spanning tree. നമുക്കൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സപ്പോസ് ഇതൊരു ഗ്രാഫാണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്, കണ്ടെയ്നിങ് 2 കമ്പോണൻസ്. ഈ ഒരു ഗ്രാഫിനകത്ത് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിനകത്ത് നമുക്ക് സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആക്ച്വലി അത് ട്രീ ആണ്. ട്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രീ കണക്റ്റഡ് ആയിരിക്കണം,
ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിനകത്ത് എല്ലാ വേർട്ടീസസിനെയും കണക്ട് ചെയ്യുന്ന ഒരു സബ് ഗ്രാഫ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, നമുക്ക് ഇവിടെ ഒരു സബ് ഗ്രാഫ് കൺസിഡർ ചെയ്യാം, പക്ഷെ ഇവിടുത്തെ ഒരു വെർട്ടെക്സിനെയും നമുക്ക് ഒരു രീതിയിലും സെക്കൻഡ് കമ്പോണൻറ്റിലെ ഒരു വെർട്ടെക്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഇവിടെ ഒരു രീതിയിലും ഒരു കണക്റ്റഡ് സബ് ഗ്രാഫ് എല്ലാ വേർട്ടീസസിനെയും കണക്ട് ചെയ്യുന്ന, എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണക്റ്റഡ് സബ് ഗ്രാഫ് ഒരിക്കലും നമുക്കൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഓൾറെഡി വേർട്ടീസസ് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള വേർട്ടീസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണക്റ്റഡ് സബ് ഗ്രാഫ് ഒരിക്കലും നമുക്ക് ഗ്രാഫിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിൽ സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഒരു കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് ആണെങ്കിൽ മാത്രമേ അതിൽ സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി തിരിച്ച് സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ക്ലിയർലി എന്ത് പറയാം, തന്നിട്ടുള്ള ഗ്രാഫ് കണക്റ്റഡ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. കണക്റ്റഡ് ആണെങ്കിൽ സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യും. സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാഫ് ഈസ് കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് it has a spanning tree. A simple graph is connected if and only if it has a spanning tree. ഇനി നമ്മൾ ഓൾറെഡി ട്രീയുടെ തിയറംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. n വേർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് നമ്പർ ഓഫ് എഡ്ജസ് എത്ര വരും? n-1 വരും. A tree having n vertices contains n-1 edges. ഇത് തിയറമായിട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പാനിങ് ട്രീ ആക്ച്വലി ട്രീ ആണ്. സപ്പോസ് G n വേർട്ടീസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് ട്രീ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സ്പാനിങ് ട്രീ T കൺസിഡർ ചെയ്തു. ദെൻ സ്പാനിങ് ട്രീ ബൈ ഡെഫിനിഷൻ എന്താണ്? എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്ന സബ് ഗ്രാഫാണ്. അപ്പോൾ ഈ സ്പാനിങ് ട്രീക്കകത്തും എത്ര വേർട്ടീസസ് ഉണ്ടായിരിക്കും? n വേർട്ടീസസ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, സ്പാനിങ് ട്രീ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഗ്രാഫിലെ എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന സബ് ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ n വേർട്ടീസസ് ഉള്ള ട്രീ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എത്ര എഡ്ജസ് വരും? n-1 എഡ്ജസ് വരും. സ്പാനിങ് ട്രീ എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ n വേർട്ടീസസ് ഉള്ള ഗ്രാഫാണ് G എങ്കിൽ ജിയുടെ സ്പാനിങ് ട്രീക്കകത്തും n വേർട്ടീസസ് വരും. ഇനി ഒരു ട്രീയിൽ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. അതായത് n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് G നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ജിയുടെ സ്പാനിങ് ട്രീക്കകത്ത് n-1 എഡ്ജസ് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു സ്പാനിങ് ട്രീ യുണീക്ക് ആവണമെന്നില്ല. നമുക്ക് ഒരു ഗ്രാഫിൽ തന്നെ ഒരുപാട് സ്പാനിങ് ട്രീസ് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, ആ സ്പാനിങ് ട്രീയിലൊക്കെ ഉള്ള നമ്പർ ഓഫ് വേർട്ടീസസ് എപ്പോഴും n ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് എഡ്ജസ് n-1 ആയിരിക്കും. n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാലും അതിൽ n വേർട്ടീസസും ഉണ്ടായിരിക്കും, n-1 എഡ്ജസും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പ്രീവിയസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഈ ഒരു ഗ്രാഫിൻ്റെ നമ്മൾ ഇങ്ങനെ വരച്ചു, ഇതുപോലെ വരച്ചു, ഇതൊക്കെ സ്പാനിങ് ട്രീ ആണെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ എന്താണ്, 4 വേർട്ടീസസ് ഓൾറെഡി തന്നിട്ടുള്ള ഗ്രാഫ് 4 വേർട്ടീസസ് ആണ്. എല്ലാ സ്പാനിങ് ട്രീക്കകത്തും 4 വേർട്ടീസസ് വരും. 4 വേർട്ടീസസ് n4 ആണെങ്കിൽ എത്ര എഡ്ജസ് വരും? n-1 ദാറ്റ് ഈസ് 3 എഡ്ജസ് വരും. എല്ലാ സ്പാനിങ് ട്രീക്കകത്തും 3 എഡ്ജസ് അല്ലേ? 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ ഏതൊരു സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാലും n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിൻ്റെ ഏതൊരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് n വേർട്ടീസസും n-1 എഡ്ജസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്പാനിങ് ട്രീസിനെ കുറിച്ച് വരുന്ന പോയിന്റ്സ്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി എഡ്ജസ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വേർട്ടീസസ് ആൻഡ് m എഡ്ജസ് ടു പ്രൊഡ്യൂസ് എ സ്പാനിങ് ട്രീ. അതായത് നമ്മുടെ കയ്യിലൊരു സിമ്പിൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഹാവിങ് n വേർട്ടീസസ് ആൻഡ് m എഡ്ജസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ, ഏതെങ്കിലും ഒരു സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് സ്പാനിങ് ട്രീ കിട്ടുക? അപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്പാനിങ് ട്രീ ആണെന്ന് പറഞ്ഞു.
ഈ സ്പാനിങ് ട്രീ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലേ? ഇനി ഇതേ ഗ്രാഫിന്റെ ഏത് സ്പാനിങ് ട്രീ നമ്മൾ വരച്ചു കഴിഞ്ഞാലും അവിടെ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പാനിങ് ട്രീ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ജനറലി n വേർട്ടീസസും m എഡ്ജസും ഉള്ള ഒരു ഗ്രാഫിനകത്ത് നിന്ന് എത്ര എഡ്ജസ് റിമൂവ് ചെയ്താലാണ് സ്പാനിങ് ട്രീ കിട്ടുക എന്നാണ്. ഇനി നോക്കാം, സ്പാനിങ് ട്രീക്കകത്ത് നമ്മൾ പറഞ്ഞു സ്പാനിങ് ട്രീക്കകത്ത് n വേർട്ടീസസും n-1 എഡ്ജസും ആണുള്ളത്. അപ്പോൾ ഈ n-1 എഡ്ജസ് ഒഴികെയുള്ള എല്ലാ എഡ്ജസും നമുക്ക് റിമൂവ് ചെയ്യണം. ടോട്ടലി നമ്മുടെ ഗ്രാഫിൽ m എഡ്ജസ് ഉണ്ട്. നമ്മുടെ സ്പാനിങ് ട്രീയിൽ എത്ര എഡ്ജസേ വേണ്ടുള്ളൂ? n-1 എഡ്ജസേ വേണ്ടുള്ളൂ. ഗിവൺ ഗ്രാഫിൽ m എഡ്ജസ് ഉണ്ട്. നമുക്ക് സ്പാനിങ് ട്രീക്കകത്ത് n-1 എഡ്ജസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ സ്പാനിങ് ട്രീ കിട്ടണമെങ്കിൽ n-1 എഡ്ജസ് മാത്രം റിമൈൻ ചെയ്യണമെങ്കിൽ എത്ര എഡ്ജസ് റിമൂവ് ചെയ്യണം? m-n-1, അല്ലേ? ടോട്ടൽ എഡ്ജസ് m ആണ് ഗ്രാഫിനകത്ത്. നമുക്ക് n-1 എഡ്ജസ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് റിമൂവ് ചെയ്യണം? m-n-1, ദാറ്റ് ഈസ് ഈക്വൽ ടു m-n+1. അതായത് n വേർട്ടീസസും m എഡ്ജസും ഉള്ള ഒരു ഗ്രാഫിനകത്ത് നമുക്ക് ഏതൊരു സ്പാനിങ് ട്രീ കിട്ടണമെങ്കിലും m-n+1 എഡ്ജസ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു ഗ്രാഫിനകത്ത് നമ്മുടെ സ്പാനിങ് ട്രീ വരച്ചു. ഇവിടെ n3 ആണ്, n4 ആണ്, E4 ആണ്. സ്പാനിങ് ട്രീക്കകത്ത് n3 ആണ്, 4 ആണ്, E3 ആണ്. ഇവിടെ നമ്മൾ എത്ര എഡ്ജ് റിമൂവ് ചെയ്തു? m-n+1 എഡ്ജസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 4 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 എഡ്ജ് തന്നെയാണ് റിമൂവ് ചെയ്യേണ്ടത്. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്പാനിങ് ട്രീ കിട്ടുന്നത്. ഇനി നമുക്കൊരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഗ്രാഫ് സ്പാനിങ് ട്രീയുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഗ്രാഫ് ആക്ച്വലി ട്രീ ആണ്. സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ട്രീ ആണ്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കണം. സിമ്പിൾ സർക്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യണം. n വേർട്ടീസസ് ഉള്ള ഗ്രാഫ് ആണെങ്കിൽ n വേർട്ടീസസ് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഇറ്റ് വിൽ ഹാവ് n-1 എഡ്ജസ്. ഇത്രയും കണ്ടീഷൻസ് n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൽ നമുക്ക് സിമ്പിൾ സർക്യൂട്ട്സ് വരാൻ പാടില്ല. ഇല്ലല്ലോ, സിമ്പിൾ സർക്യൂട്ട്സ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിൽ സിമ്പിൾ സർക്യൂട്ട് ഫോം ചെയ്യുന്ന, ഇപ്പം ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പം ഇത് സിമ്പിൾ സർക്യൂട്ട് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സർക്യൂട്ട് അല്ല, അല്ലേ? ആക്ച്വലി സർക്യൂട്ടാണ്. ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സർക്യൂട്ട് അല്ല. അപ്പം നമ്മുടെ ഗ്രാഫിനകത്ത് എവിടെയൊക്കെ സർക്യൂട്ട് ഉണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ എഡ്ജസ് റിമൂവ് ചെയ്യും. എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കണം. അതുപോലെ ഇതേ ഒരു ഇതിൽ എല്ലാ സർക്യൂട്ട്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എത്ര സിമ്പിൾ സർക്യൂട്ട്സ് ഉണ്ടോ ആ സിമ്പിൾ സർക്യൂട്ട്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഫോമിൽ ഓരോ എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. സിമ്പിൾ സർക്യൂട്ട്സ് ഉണ്ടായിരിക്കില്ല. n വേർട്ടീസസും n-1 എഡ്ജസും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ ഒരു ഗ്രാഫിൻ്റെ തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് ട്രീ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ എവിടെയൊക്കെ സർക്യൂട്ട്സ് ഉണ്ട് നോക്കാം. അപ്പം ഇതൊരു സർക്യൂട്ടാണ്, അല്ലേ? അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന എഡ്ജ്, ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു, എ എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ആ സിമ്പിൾ സർക്യൂട്ട് ഇപ്പോൾ ഇനി ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് സർക്യൂട്ട് നോക്കാം. ഇതൊരു സർക്യൂട്ടാണ് ഗ്രാഫിൽ, അല്ലേ? അപ്പോൾ ആ സർക്യൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ EG എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്തു. നെക്സ്റ്റ് ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണ്? ഇതൊരു സർക്യൂട്ടാണ്, അല്ലേ? ഗ്രാഫിനകത്ത് ഇതൊരു സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൽ ഏതെങ്കിലും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്യാം. നമ്മൾ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു. ഇപ്പം നമ്മുടെ ഗ്രാഫ് നോക്കാം. ഇപ്പം കിട്ടുന്ന സബ് ഗ്രാഫ്, ഓൾറെഡി വരച്ചിട്ടുള്ള ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രാഫ് കണ്ടെയ്ൻസ് ഓൾ വേർട്ടീസസ് ABCDEFG. 7 വേർട്ടീസസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എത്ര എഡ്ജസ് ഉണ്ട്?
1 2 3 4 5 6. അതുപോലെ ഗ്രാഫ് കണക്റ്റഡ് ആണ്, സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ല, എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് ട്രീ ആണ്. അപ്പം എന്താ നമ്മൾ ചെയ്യുന്നത്? സർക്യൂട്ട്സ് വരുമ്പോൾ ആ സർക്യൂട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ഓരോ എഡ്ജസ് റിമൂവ് ചെയ്തു പോവുക. അപ്പം നമുക്ക് ഒരു സ്പാനിങ് ട്രീ കിട്ടും. ഇനി ഇത് മാത്രമല്ല സ്പാനിങ് ട്രീ, ഇതിപ്പോൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രാഫിൽ ഓരോ സ്പാനിങ് ട്രീസ്. ഇപ്പം ഇതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടാണ് എഡ്ജസ് റിമൂവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏത് എഡ്ജാണോ, അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇതൊരു സർക്യൂട്ടാണ്, നമ്മൾ ഫസ്റ്റ് ഈ സർക്യൂട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഈ ഒരു എഡ്ജാണ് റിമൂവ് ചെയ്തത്. ആ എഡ്ജ് തന്നെ റിമൂവ് ചെയ്യണമെന്നില്ല, നമുക്ക് ഈ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ സർക്യൂട്ട് റിമൂവ് ചെയ്യും. അപ്പം നമ്മൾ ഏത് എഡ്ജാണോ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ സർക്യൂട്ടിലും ഡിലീറ്റ് ചെയ്യുന്നത്, നമ്മൾ ചോയ്സസിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന 3-4 സ്പാനിങ് ട്രീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു സ്പാനിങ് ട്രീ ആണ്. നെക്സ്റ്റ് ഇതൊരു സ്പാനിങ് ട്രീ ആണ്. തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ് നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് തന്ന് സ്പാനിങ് ട്രീ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഓരോരുത്തർക്കും കിട്ടുന്ന ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഒരു ഗ്രാഫിന് തന്നെ മോർ ദാൻ 1 സ്പാനിങ് ട്രീസ് പോസിബിൾ ആണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സർക്യൂട്ട് ഫോം ചെയ്യുന്ന എഡ്ജസ് ഡിലീറ്റ് ചെയ്ത് പോവുക. ഇനി ഇതേപോലെ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഫസ്റ്റ് ഇതൊരു സർക്യൂട്ടാണ്. ആദ്യം ഒരു സർക്യൂട്ട് എടുക്കുക, ആ സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക. നമ്മൾ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു. ഈ എഡ്ജ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യാം. അതിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടുന്നു മാത്രം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഗ്രാഫിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സിമ്പിൾ സർക്യൂട്ട് ഏതാണ്? ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ നെക്സ്റ്റ് ഏതെങ്കിലും ആ സർക്യൂട്ടിലെ എഡ്ജ് റിമൂവ് ചെയ്യുക. ഇപ്പം നമ്മൾ നോക്കുക, ഗ്രാഫ് കണക്റ്റഡ് ആണ്, എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ല. ഇതെന്താണ്? ഗിവൺ ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ ആണ്. അപ്പോൾ ഇത്രയും സ്പാനിങ് ട്രീ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. നെക്സ്റ്റ് ഗ്രാഫ്. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊരു സർക്യൂട്ടാണ് അല്ലേ, ഇതൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. AD എന്ന് പറയുന്ന എഡ്ജ് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതൊരു സർക്യൂട്ടാണ് അല്ലേ, ഇതൊരു സർക്യൂട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ഏതെങ്കിലും ഓരോ എഡ്ജസ് ഡിലീറ്റ് ചെയ്ത് പോവുക. നെക്സ്റ്റ് ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഗ്രാഫിനകത്ത് ഇതൊരു സർക്യൂട്ടായിട്ട് വരും. എഗെയിൻ നമ്മൾ ആ സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു, ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്, അവിടെ നിന്ന് നമ്മൾ ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ഏത് എഡ്ജ് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം, അതിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടും. നെക്സ്റ്റ് ഇവിടെ ഒരു സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ട്രീക്കകത്ത് ഈ ഒരു സർക്യൂട്ടിൽ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. വി ഡിലീറ്റ് ദ എഡ്ജ് FE. നെക്സ്റ്റ് സിമ്പിൾ സർക്യൂട്ട് വരുന്നത് BCE, ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. എഗെയിൻ വി ഡിലീറ്റ് ആൻ എഡ്ജ് BC. നെക്സ്റ്റ് ദിസ് ഈസ് എ സിമ്പിൾ സർക്യൂട്ട്, വി ഡിലീറ്റ് ആൻ എഡ്ജ് ED. ഇപ്പം നോക്കുക, ഗ്രാഫിലെ എല്ലാ സിമ്പിൾ സർക്യൂട്ട്സും നമ്മൾ റിമൂവ് ചെയ്തു. എല്ലാ വേർട്ടീസസും ഗ്രാഫ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, സബ് ഗ്രാഫ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്, സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ല. നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് ട്രീ ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ്, റിമൂവ് ചെയ്യുന്ന ചോയ്സസ് അനുസരിച്ച്, എഡ്ജസിൻ്റെ ചോയ്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആയിരിക്കും കിട്ടുന്നത്. അതിങ്ങനെ ഓരോ എഡ്ജസും റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് എഡ്ജ് റിമൂവ് ചെയ്തു, ദെൻ ഇവിടെയുള്ള എഡ്ജ് റിമൂവ് ചെയ്തത് സെക്കൻഡ് ഗ്രാഫായി, അതുപോലെ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു തേർഡ് ഗ്രാഫ്. ഓരോ എഡ്ജസും റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ആ സ്റ്റെപ്പുകൾ എഴുതുക. ഓരോ എഡ്ജും റിമൂവ് ചെയ്തിട്ട് റിമൈൻ ചെയ്യുന്ന ഗ്രാഫ് ഇതുപോലെ ഇങ്ങനെ വരച്ചു പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഫൈൻഡ് എ സ്പാനിങ് ട്രീ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ്. K5 ഫസ്റ്റ്. K5ൻ്റെ ഒരു സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. K5 നമുക്കറിയാം. K5 എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് 5 വേർട്ടീസസ്. അപ്പോൾ ആദ്യം K5 വരയ്ക്കുക. K5
5 വേർട്ടീസസ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ഗ്രാഫ്. ഈ ഗ്രാഫിനകത്ത് ഒരു സ്പാനിങ് ട്രീ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്തേ വേണ്ടുള്ളൂ? 5 വേർട്ടീസസും കണക്ട് ചെയ്യണം. 5 വേർട്ടീസസും കണക്ട് ചെയ്യണം. അതുപോലെ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കണം. സിമ്പിൾ സർക്യൂട്ട്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനും പാടില്ല. V1, V2, V3, V4, V5. ഇനി ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു സബ് ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. V1, V2, V3, V4, V5. ഇതെന്താണ്? നമ്മുടെ ഒറിജിനൽ K5ൻ്റെ ഒരു സബ് ഗ്രാഫാണ്. 5 വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സർക്യൂട്ട്സ് ഒന്നുമില്ല, കണക്റ്റഡും ആണ്. അപ്പം ഇതെന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഒരു ട്രീ ആണ്, സ്പാനിങ് ട്രീ ആണ്. നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്പാനിങ് ട്രീ വരയ്ക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് K44ൻ്റെ സ്പാനിങ് ട്രീ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്പാനിങ് ട്രീ. അപ്പോൾ ആദ്യം K44 വരയ്ക്കുക. K44 എങ്ങനെ വരയ്ക്കുന്നത്? കംപ്ലീറ്റ് ബൈപാർട്ടിയേറ്റ് ഗ്രാഫ്. 4 വേർട്ടീസസ്, താഴെ 4 വേർട്ടീസസ് വരച്ചു. ദെൻ എല്ലാ പോസിബിൾ എഡ്ജസും വരയ്ക്കുന്നു. V1ൽ നിന്ന് V2ലോട്ട് എല്ലാ പോസിബിൾ എഡ്ജസും വരച്ചു. ഈ ഗ്രാഫിൻ്റെ ഒരു സ്പാനിങ് ട്രീ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് സ്റ്റെപ്പ് പോലെ എഴുതണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്തായാലും ഈ 4 വേർട്ടീസസ് വേണം. അതുപോലെ താഴെയുള്ള 4 വേർട്ടീസസും വേണം. ഇനി എല്ലാതും തമ്മിൽ എന്താണ്? എഡ്ജസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു എഡ്ജ് വരച്ചു, ഇങ്ങോട്ടൊരു എഡ്ജ് ഉണ്ട്, ഇങ്ങോട്ടൊരു എഡ്ജ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട്. ഈ എഡ്ജസ് കണക്ട് ചെയ്തു. ഇത്രയും എഡ്ജസ് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു K44ൻ്റെ സബ് ഗ്രാഫാണ് നമുക്കിപ്പോൾ വരച്ചിട്ടുള്ളത്. എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കണക്റ്റഡ് ആണ്, സർക്യൂട്ട്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇത് K44ൻ്റെ എന്താണ്? ഒരു സ്പാനിങ് ട്രീ ആണ് അല്ലേ? കാരണം എന്താണ്? ഇതിലെ എക്സിസ്റ്റ് ചെയ്യുന്ന എഡ്ജസ് മാത്രമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ സബ് ഗ്രാഫാണ്, കണക്റ്റഡ് ആണ്, ക്ലിയർലി സർക്യൂട്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ് K16 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 1 വെർട്ടെക്സ്, ബാക്കി 6 വേർട്ടീസസ് ഇവിടെ വരും. 1 2 3 4 5 6. K66ൻ്റെ ഗ്രാഫ് എന്താണ്? ഈ ഒരു ഗ്രാഫ് ഇറ്റ്സെൽഫ് ഈസ് എ സ്പാനിങ് ട്രീ അല്ലേ? ഇത് K16 ആണ്. ഓൾറെഡി തന്നിട്ടുള്ള ഗ്രാഫ് തന്നെ എന്താണ്? കണക്റ്റഡ് ആണ്, സർക്യൂട്ട്സ് ഇല്ല, എല്ലാ വേർട്ടീസസിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ K16 തന്നെയാണ് K16ൻ്റെ സ്പാനിങ് ട്രീ ആയിട്ട് വരിക. K16 ഈസ് ഇറ്റ്സെൽഫ് സ്പാനിങ് ട്രീ. കാരണം എന്താണ്? ഇവിടുന്ന് ഇനി നമുക്കൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ സർക്യൂട്ട്സ് ഉണ്ടെങ്കിലാണ് നമ്മളത് റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇനി ഏതെങ്കിലും എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കണക്റ്റഡ്നെസ് ലോസ് ചെയ്യും. അപ്പോൾ എന്താണ്? K16ൻ്റെ സ്പാനിങ് ട്രീ K16 തന്നെയാണ്. നെക്സ്റ്റ് C5 നമുക്കറിയാം, സൈക്കിൾ ഓഫ് ലെങ്ത് 5. V1, V2, V3, V4, V5. എന്ത് ചെയ്താൽ മതി? ഇതിലെ ഏതെങ്കിലും 4 എഡ്ജസ് എടുത്ത് വരയ്ക്കുക. ദെൻ ഇറ്റ് വിൽ ഗീവ് എ സ്പാനിങ് ട്രീ ഓഫ് C5 അല്ലേ? അതായത് ഇത്രയും എടുത്തിട്ട് V1, V2, V3, V4, V5. ഇതെന്താണ്? C5ൻ്റെ ഒരു സ്പാനിങ് ട്രീ ആണ്. എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്, സർക്യൂട്ട്സ് ഇല്ല. ഇതുപോലെ നിങ്ങളോട് ചിലപ്പോൾ സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ ചോദിക്കും. ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള സ്പാനിങ് ട്രീ വരയ്ക്കാം. നെക്സ്റ്റ്, how many different spanning trees does each of the symbol graphs have? Also find how many non-isomorphic spanning trees each of the symbol graphs have. നമുക്ക് കുറച്ച് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് K3 ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് K3ക്ക് എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പാനിങ് ട്രീസ് വരയ്ക്കാം? നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് പറഞ്ഞു ഈ ഗ്രാഫിന് 4 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ടെന്ന്. ഏതൊക്കെയാണ് ഇത്? ഈ 4 എന്താണ്? ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ്. അതുപോലെ K3ക്ക് എത്ര ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ പറ്റും? ആ സ്പാനിങ് ട്രീസിൽ എത്ര സ്പാനിങ് ട്രീസ് നോൺ ഐസോമോർഫിക് ആണ്? ഐസോമോർഫിസം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൊഡ്യൂളിൽ. അപ്പോൾ ഈ വരയ്ക്കുന്ന സ്പാനിങ് ട്രീസിൽ എത്ര എണ്ണം നോൺ ഐസോമോർഫിക് ആയിട്ട് വരും?
അപ്പോൾ ഫസ്റ്റ് നമ്മൾ K3 വരയ്ക്കാം. K3 എങ്ങനെ വരും? 3 വേർട്ടീസസ് വരുന്ന കംപ്ലീറ്റ് ഗ്രാഫ്. ഇതാണ് K3. K3ക്ക് നമുക്ക് എത്ര സ്പാനിങ് ട്രീസ് നമുക്ക് എളുപ്പത്തിന് നെയിം ചെയ്യാം വേർട്ടീസസിനെ? ABC. ഈ ഒരു ഗ്രാഫിനകത്ത് നിന്ന് നമുക്ക് എത്ര സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കാം? ഇതൊരു സ്പാനിങ് ട്രീ ആണ് അല്ലേ? ABC. നെക്സ്റ്റ് സ്പാനിങ് ട്രീ. ഇതൊരു സ്പാനിങ് ട്രീ ആണ് ABC. നെക്സ്റ്റ് ഒരു സ്പാനിങ് ട്രീ കൂടി വരയ്ക്കാൻ പറ്റും. ഏതാണ്? ഈ 3 സ്പാനിങ് ട്രീസ് ആണ് നമുക്ക് K33യിൽ വരയ്ക്കാൻ പറ്റുക. ഫസ്റ്റ് നമ്മൾ ചെയ്തത് AC എന്നുള്ള എഡ്ജ് റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫ്. AC എന്നുള്ള എഡ്ജ് റിമൂവ് ചെയ്തു. സെക്കൻഡിൽ നമ്മൾ BA എന്നുള്ള എഡ്ജ് റിമൂവ് ചെയ്തു. സോറി, ഇവിടെ B ആണ്, ഇവിടെ C. തേർഡ് വണ്ണിൽ BC എന്നുള്ള എഡ്ജ് റിമൂവ് ചെയ്തു. അപ്പോൾ ഈ K3ക്ക് നമുക്ക് 3 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ പറ്റും. ഇനി നോക്കുക, ഈ 3 സ്പാനിങ് ട്രീസും ആക്ച്വലി ഐസോമോർഫിക് അല്ലേ? നമുക്ക് 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. 3 സ്പാനിങ് ട്രീസും ഐസോമോർഫിക് ആണ് അല്ലേ? നമുക്ക് ക്ലിയർലി കണ്ടാൽ തന്നെ അറിയാം ഐസോമോർഫിക് ആണ്. അല്ലെങ്കിൽ ഐസോമോർഫിസത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 1-to-1 കറസ്പോണ്ടൻസ്, എഡ്ജസും വേർട്ടീസസും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫിനകത്താണെങ്കിൽ A corresponds to A, B corresponds to C ആൻഡ് C corresponds to B. ഈ ഒരു കറസ്പോണ്ടൻസ് എടുത്തു കഴിഞ്ഞാൽ എഡ്ജസും വേർട്ടീസസും തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഐസോമോർഫിസം പറഞ്ഞിട്ടുണ്ട്. ഐസോമോർഫിസം വെച്ച് അത് ഒന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കാം. ഈ 3 ഗ്രാഫും എന്താണ്? ഐസോമോർഫിക് ആണ്. അപ്പോൾ ആക്ച്വലി നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള ഒറ്റ സ്പാനിങ് ട്രീയെ ഗ്രാഫിന് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ABC. അതായത് ഈ 3 ഗ്രാഫും ആക്ച്വലി എന്താണ്? ഐസോമോർഫിക് ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്താൽ മതി? നോൺ ഐസോമോർഫിക് ആയിട്ടുള്ള ഒറ്റ സ്പാനിങ് ട്രീ ഉള്ളൂ. ഈ നെയിമിങ് വേണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സ്പാനിങ് ട്രീ മാത്രമാണ് നോൺ ഐസോമോർഫിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഇതിൽ ഏത് സ്പാനിങ് ട്രീ വരച്ചു കഴിഞ്ഞാലും അത് ഈ ഒരു ഗ്രാഫിന് ഐസോമോർഫിക് ആയിട്ട് വരും. അപ്പോൾ ആക്ച്വലി 3 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ട്. അതിൽ 3 സ്പാനിങ് ട്രീസും ഐസോമോർഫിക് ആണ്. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് ഓൺലി 1 നോൺ ഐസോമോർഫിക് സ്പാനിങ് ട്രീ ഫോർ K3. കാരണം എന്താണ്? നമ്മൾ ഐസോമോർഫിസം റഫ്ലി പറയുകയാണെങ്കിൽ എന്താണ്? അതിൻ്റെ ലേബലിങ്ങിൽ മാത്രമാണ് ഡിഫറൻസസ് ഉണ്ടായിരിക്കുക. ഗ്രാഫ് സെയിം ആയിരിക്കും. നമ്മളൊന്ന് ജസ്റ്റ് എഡ്ജസ് മാറ്റി വരയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ഓർഡറിങ് മാറ്റി കഴിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഗ്രാഫ് കിട്ടണം. ലേബലിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ 2 ഗ്രാഫിലും ലേബലിങ്ങിൽ മാത്രമല്ലേ ഡിഫറൻസ് ഉള്ളൂ. രണ്ടും എന്താണ്? നമുക്കിപ്പോൾ ഈ ഒരു ഗ്രാഫിനെ ഈ ഒരു എഡ്ജിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് തന്നെ കിട്ടും. അതായത് C എന്നുള്ള പറയുന്ന വെർട്ടക്സിനെ നമ്മൾ ഇവിടെ എഴുതി, B ഇവിടെ എഴുതി, A ഇവിടെ എഴുതി. ഈ ഒരു ഗ്രാഫിനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പം സെയിം അല്ലേ? Aയും Cയും തമ്മിൽ എഡ്ജ് ഉണ്ട്, Bയും Cയും തമ്മിൽ എഡ്ജ് ഉണ്ട്. അപ്പം ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ സെയിം ഗ്രാഫ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐസോമോർഫിക് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമ്മളോട് K4ൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. K4 കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് 4 വേർട്ടീസസ്. എങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് K4. K4ന് ആക്ച്വലി നമുക്ക് 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ പറ്റും. 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് 4 വേർട്ടീസസ് വേണം. ഇതൊരു സ്പാനിങ് ട്രീ ആണ്, ഇതൊരു സ്പാനിങ് ട്രീ ആണ്, അതുപോലെ ഇത് സ്പാനിങ് ട്രീ ആണ്, ഇത് സ്പാനിങ് ട്രീ ആണ്. നെക്സ്റ്റ് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതൊരു സ്പാനിങ് ട്രീ ആണ് അല്ലേ? അതായത് നമുക്ക് 4 വേർട്ടീസസും കണക്ട് ചെയ്യുന്ന കണക്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ലാത്ത സബ് ഗ്രാഫ്സ് ആണ് വേണ്ടത്. അപ്പം ഇങ്ങനെ എടുക്കാം, ഇതൊരു സ്പാനിങ് ട്രീ ആണ്. അതല്ലെങ്കിൽ തിരിച്ചെടുക്കാം, സ്പാനിങ് ട്രീ ആണ്. ഇതുപോലെ എടുക്കാം, സ്പാനിങ് ട്രീ ആണ്. ഇനി അല്ലെങ്കിൽ ഇവിടെ നോക്കാം, ഓക്കെ, അഗെയിൻ 3 എഡ്ജസ്, സ്പാനിങ് ട്രീ ആണ്. അപ്പം ഇങ്ങനെ
നമ്മൾ ഓരോ ചോയ്സസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടും. ഈ സ്പാനിങ് ട്രീസ് ആണ് വരച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, ആക്ച്വലി നമ്മുടെ ഗ്രാഫ് ഇതാണ്, K4 ഇതാണ്. അതിൽ ഓരോ എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ പറഞ്ഞു n=4 ആണ്. അപ്പോൾ സ്പാനിങ് ട്രീക്ക് അകത്ത് 3 എഡ്ജസ് വരണം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് റിമൂവ് ചെയ്യണം? സോറി, ഒരു എഡ്ജ് അല്ല. ആക്ച്വലി നമ്മുടെ K4-നകത്ത് എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ നമുക്ക് സ്പാനിങ് ട്രീക്കകത്ത് 3 എഡ്ജസ് മതി. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് ഏതെങ്കിലും റിമൈനിങ് 3 എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യാണ്. ആക്ച്വലി K4-ൽ 6 എഡ്ജസ് ഉണ്ട്. നമുക്ക് സ്പാനിങ് ട്രീക്കകത്ത് 3 എഡ്ജസ് മതി. അപ്പോൾ ഏതെങ്കിലും 3 എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടും. സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് കണ്ടെയ്ൻസ് എനി സിമ്പിൾ സർക്യൂട്ട്. സിമ്പിൾ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യാതെ ഏതെങ്കിലും 3 എഡ്ജസ് റിമൂവ് ചെയ്യുക. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു, ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു, ദെൻ നെക്സ്റ്റ് ഈ ഒരു എഡ്ജും റിമൂവ് ചെയ്തു, CD എന്ന് പറയുന്ന എഡ്ജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. ഇതേപോലെ ഏതെങ്കിലും 3 എഡ്ജസ് സിമ്പിൾ സർക്യൂട്ട്സ് വരാതെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 16 സ്പാനിങ് ട്രീസ് കിട്ടും. ഇനി ഇതിൽ എത്ര എണ്ണം ഐസോമോർഫിക് ആണ്, എത്ര എണ്ണം നോൺ ഐസോമോർഫിക് ആണ് എന്നുള്ളതാണ്. ആക്ച്വലി ഈ 4 ഗ്രാഫും ഐസോമോർഫിക് ആണ്. ഐസോമോർഫിക് ടു ദ സിമ്പിൾ ഗ്രാഫ് G. ഈ ഒരു ഗ്രാഫിന് ഐസോമോർഫിക് ആണ് ഈ എല്ലാ ഗ്രാഫും. നമ്മളിപ്പോൾ പ്രീവിയസ് എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഗ്രാഫിനെയും ഒന്ന് അറേഞ്ച് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫാണ് കിട്ടുക. ഈ 4 ഗ്രാഫിനെയും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് കിട്ടും. ഇനി അതേപോലെ ബാക്കി 4 വേർട്ടീസ്, ബാക്കി എത്ര ഗ്രാഫ് ഉണ്ട്? 16 ഗ്രാഫ്. ഈ 16 ഗ്രാഫും ഈ ഒരു ഗ്രാഫിന് ഐസോമോർഫിക് ആണ്. ഈ 16 ഗ്രാഫും മാറ്റി വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ ഒരു ഗ്രാഫിനെ എന്ത് ചെയ്തു? CD എന്ന് പറയുന്ന എഡ്ജ് ഇവിടെ വരച്ചു. സോറി, CB എന്ന് പറയുന്ന എഡ്ജ് ആദ്യം വരച്ചു. ദെൻ സിയിൽ നിന്ന് D എന്ന് പറയുന്ന വട്ടക്സിന് അഡ്ജസൻ്റ് ആണ്. ബിയിൽ നിന്ന് A എന്ന് പറയുന്ന വട്ടക്സ് അഡ്ജസൻ്റ് ആണ്. അപ്പം ഇതേ ഗ്രാഫിനെയാണ് നമ്മൾ മാറ്റി വരച്ചിട്ടുള്ളത്. അപ്പം അഡ്ജസൻസി ഒക്കെ സെയിം ആണ്. കാരണം എന്താണ്? CB തമ്മിൽ എഡ്ജ് ഉണ്ട്, CD തമ്മിൽ എഡ്ജ് ഉണ്ട്, അതുപോലെ AB തമ്മിൽ എഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രാഫിനെ തന്നെ മാറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കിട്ടുന്നുണ്ട്. ഇതേപോലെ ഇതിലെ ബാക്കി ഏത് 11 ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാലും ഈ ഗ്രാഫിന് ഐസോമോർഫിക് ആണ്. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ഫസ്റ്റ് റോയിലെ 4 ഗ്രാഫ്സ് ഈ ഒരു ഗ്രാഫിന് ഐസോമോർഫിക് ആണ്. ബാക്കി 12 ഗ്രാഫ്സ് സെക്കൻഡ് ഗ്രാഫിന് ഐസോമോർഫിക് ആണ്. അപ്പോൾ 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അതിൽ 2 എണ്ണം മാത്രമാണ് നോൺ ഐസോമോർഫിക് ആയിട്ടുള്ളത്. നോൺ ഐസോമോർഫിക് സ്പാനിങ് ട്രീസ് വരുന്നത് ഈ 2 എണ്ണമാണ്. ഈ 2 നോൺ ഐസോമോർഫിക് സ്പാനിങ് ട്രീസ് ആണ് K4-ന് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം, എത്ര എണ്ണം നോൺ ഐസോമോർഫിക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര എണ്ണം ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് വരയ്ക്കാം. K3-ക്ക് എത്ര ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ട്? നമ്മൾ 3 എണ്ണം എന്ന് പറഞ്ഞു. ഈ 3 എണ്ണത്തിൽ 3 എന്താണ്? ഐസോമോർഫിക് ആണ്. അപ്പോൾ എത്ര നോൺ ഐസോമോർഫിക് സ്പാനിങ് ട്രീ ഉണ്ട്? 1. അതുപോലെ ഇപ്പോൾ നമ്മൾ K4 വരച്ചു. K4-ന് 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ട്. പക്ഷേ നോൺ ഐസോമോർഫിക് ആയിട്ട് 2 സ്പാനിങ് ട്രീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ സ്പാനിങ് ട്രീസ് വരയ്ക്കണം. അത് ഏതിനൊക്കെ ഐസോമോർഫിക് ആയിട്ടുള്ള സ്പാനിങ് ട്രീസ് ഏതാണെന്നും വരയ്ക്കണം. K3 K4 വരയ്ക്കേ ചോദിക്കുള്ളൂ. കാരണം K5 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് ഡിഫറൻസ്, ഇപ്പോൾ ഇവിടെ നമ്മൾ K4 എടുത്തപ്പോൾ തന്നെ 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടി. K5 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്പാനിങ് ട്രീസ് കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് മിനിമം നമ്പർ വേർട്ടീസസ് ഉള്ളതായിരിക്കും. K3 അല്ലെങ്കിൽ മാക്സിമം K4 വരെ ചോദിക്കുള്ളൂ കംപ്ലീറ്റ് ഗ്രാഫ്സിൽ. ഇനി അതേപോലെ നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് K22-ൻ്റെ കേസിൽ ചോദിച്ചിട്ടുണ്ട്. K22-ൽ എത്ര ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ട്, അതിൽ എത്ര എണ്ണം നോൺ ഐസോമോർഫിക് ആണ്? ആദ്യം K22 വരയ്ക്കുക. ഇതാണ് K22. K22-നകത്ത് എത്ര വേർട്ടീസസ് ഉണ്ട്? 4 വേർട്ടീസസ്. എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4. നമ്മുടെ സ്പാനിങ് ട്രീസിനകത്ത് എത്ര എഡ്ജസ് വേണം? n-1 3. അപ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടും. അതായത് ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പാനിങ് ട്രീ കിട്ടും. ഇതൊരു സ്പാനിങ് ട്രീ ആണ് ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്.
അതുപോലെ ഈ എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്പാനിങ് ട്രീ കിട്ടി. അതുപോലെ ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു സ്പാനിങ് ട്രീ കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു സ്പാനിങ് ട്രീ കിട്ടും. അപ്പം 4 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് നമുക്ക് K22 വരയ്ക്കാൻ പറ്റും. അതായത് ഇതാണ് നമ്മുടെ K22 എന്ന് പറയുന്ന ഗ്രാഫ്. ഈ K22 അകത്ത് ആദ്യം AC എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പാനിങ് ട്രീ ആണിത്. നെക്സ്റ്റ് AD റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പാനിങ് ട്രീ, അതുപോലെ CB റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പാനിങ് ട്രീ, BD റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പാനിങ് ട്രീ. ഇനി ആക്ച്വലി ഈ സ്പാനിങ് ട്രീസ് ഒക്കെ ഐസോമോർഫിക് ആണ്. ഈ 4 സ്പാനിങ് ട്രീസും എന്താണ്? ഐസോമോർഫിക് ആണ്. ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു എനി വൺ ഓഫ് ദ ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിന് ഐസോമോർഫിക് ആണ് എല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേർട്ടീസസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുത്തു. ഈ ഗ്രാഫ് നോക്കാം. ഇതിൽ നമ്മൾ CB എന്ന് പറയുന്ന വെർട്ടെക്സ് ആദ്യം വരച്ചു. ഫസ്റ്റ് BD എന്ന് പറയുന്ന വെർട്ടെക്സ് നമ്മൾ വരച്ചു, BD. ദെൻ ബിയിൽ നിന്ന് C എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്. C എന്ന് പറയുന്ന വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആണ്. അതുപോലെ D ഈസ് അഡ്ജസൻ്റ് ടു A. ഈ ഒരു ഗ്രാഫിനെ ഈ ഒരു രീതിയിൽ മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഐസോമോർഫിക് ആയിട്ട് കിട്ടും. അതുപോലെ ഇതിലെ ഓരോ ഗ്രാഫും മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫിന് ഐസോമോർഫിക് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് K22 നമുക്ക് ഡിഫറെൻറ്റ് 4 സ്പാനിങ് ട്രീസ് വരയ്ക്കാൻ പറ്റും. പക്ഷെ അതെല്ലാം ഐസോമോർഫിക് ആണ്. അപ്പം നോൺ ഐസോമോർഫിക് ആയിട്ട് ഒറ്റ സ്പാനിങ് ട്രീ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സിമിലർലി ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫോർ C5. C5 എന്താണ്? ഗ്രാഫ് എങ്ങനെയാണ് C5 കിട്ടുന്നത്? C5 ഇതാണ് നമ്മുടെ ഗ്രാഫ് C5. ഇവിടെ നമുക്ക് ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും ഓരോ സ്പാനിങ് ട്രീ കിട്ടും. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പാനിങ് ട്രീ കിട്ടി. കാരണം കണക്റ്റഡ് ആണ്, എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ല. അതുപോലെ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ വേറൊരു സ്പാനിങ് ട്രീ കിട്ടും. ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ, അതുപോലെ ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ, ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ, അങ്ങനെ എത്ര എണ്ണം റിമൂവ് ചെയ്യാം? നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കിട്ടും. ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് 5 സ്പാനിങ് ട്രീസ് കിട്ടും. ആ സ്പാനിങ് ട്രീസ് ആണ് വരച്ചിട്ടുള്ളത്. ആക്ച്വലി ഇതൊക്കെ ഐസോമോർഫിക് ആണ്. നമുക്ക് ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. ഒരു ഫിഗറിനെ റീലേബിൾ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫിഗർ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഐസോമോർഫിക് ആണ്. അപ്പോൾ നോൺ ഐസോമോർഫിക് ആയിട്ട് ഒറ്റ സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് C5 ഹാസ് 5 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആൻഡ് all those 5 different spanning trees are isomorphic. Therefore, there exists only one non-isomorphic spanning tree for C5. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. കാരണം എന്താണ്? ഏതെങ്കിലും ഗ്രാഫ് തന്ന് സ്പാനിങ് ട്രീ വരയ്ക്കാൻ ചോദിക്കും. അത് എളുപ്പമാണ്. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്താൽ മതി? സർക്യൂട്ട്സ് എല്ലാം റിമൂവ് ചെയ്ത് പോവുക. ഗ്രാഫിനകത്ത് സർക്യൂട്ട് വരുന്ന എഡ്ജസ്, ഏതെങ്കിലും ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും എഡ്ജസ് റിമൂവ് ചെയ്ത് പോവുക. അങ്ങനെ റിമൂവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് സ്പാനിങ് ട്രീ കിട്ടും. അതല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇതേപോലെ ഏതെങ്കിലുമൊക്കെ K5ൻ്റെ സ്പാനിങ് ട്രീ, K44ൻ്റെ ഏതെങ്കിലും ഒരു സ്പാനിങ് ട്രീ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കണക്റ്റഡ് ആയിരിക്കണം സബ് ഗ്രാഫ്. സർക്യൂട്ട്സ് വരരുത്. എല്ലാ വേർട്ടീസസും ഇൻക്ലൂഡ് ആവണം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എത്ര ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് വരാം, അതിൽ എത്ര എണ്ണം നോൺ ഐസോമോർഫിക് ആണ് എന്നുള്ളത്. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ മിനിമം വേർട്ടീസസ് ഉള്ളതേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ വരുന്നതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നോക്കുക. K3, K4, K22, K5. K3 ആണ് ഇമ്പോർട്ടൻ്റ്. K3 ആണ് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നോക്കുക. നെക്സ്റ്റ്, എന്താണ് മിനിമം സ്പാനിങ് ട്രീ എന്നാണ്. നമ്മളൊരു വെയ്റ്റഡ് ഗ്രാഫിലാണ് മിനിമം സ്പാനിങ് ട്രീ ഡിഫൈൻ ചെയ്യുന്നത്. ആക്ച്വലി എ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പാനിങ് ട്രീ ഹാവിങ് ലീസ്റ്റ് വെയ്റ്റ്. അതായത് നമ്മളൊരു വെയ്റ്റഡ് ഗ്രാഫിനകത്താണ് നമ്മൾ, ഇപ്പോൾ ഇതൊരു C5 ആണ്. C5നകത്ത് V1, V2, V3, V4, V5
C5നെ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ എഡ്ജിനും നമ്മളൊരു സർട്ടൈൻ വെയിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇവിടെ C5ന് പറഞ്ഞു 5 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ 5 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസിലും നമ്മൾ ഈ എഡ്ജ് കൺസിഡർ ചെയ്യുന്ന, അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പാനിങ് ട്രീ എങ്കിൽ നമ്മളിവിടെ 1 2 1 3 ഈ ടോട്ടൽ സ്പാനിങ് ട്രീയുടെ വെയിറ്റ് എന്ത് വരും, 1 + 2 + 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അതായത് ഈ ഒരു സ്പാനിങ് ട്രീയുടെ വെയിറ്റ് 7 ആണ്. അങ്ങനെ 5 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസും വരച്ചിട്ട് അതിൻ്റെ വെയിറ്റ് കാണാൻ പറ്റും. അതിൽ ഏറ്റവും മിനിമം വെയിറ്റ് വരുന്ന സ്പാനിങ് ട്രീ ഏതാണോ ആ സ്പാനിങ് ട്രീനെയാണ് നമ്മൾ മിനിമം സ്പാനിങ് ട്രീ ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു വെയ്റ്റഡ് ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ആ വെയ്റ്റഡ് ഗ്രാഫിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പാനിങ് ട്രീസ് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും മിനിമം വെയിറ്റ് വരുന്ന സ്പാനിങ് ട്രീ ഏതാണോ അതിനെയാണ് ഗ്രാഫിൻ്റെ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മിനിമം സ്പാനിങ് ട്രീയും അതിൻ്റെ എങ്ങനെയാണ് മിനിമം സ്പാനിങ് ട്രീയുടെ അപ്ലിക്കേഷൻസ് വരുന്നത്, മിനിമം സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതംസ് എന്താണ്, 2 ഇമ്പോർട്ടൻ്റ് അൽഗോരിതംസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, പ്ലെയിൻസ് അൽഗോരിതം, ക്രിസ്കൽസ് അൽഗോരിതം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതെങ്കിലും ഒരു ഗ്രാഫ് തന്നിട്ട് ഗ്രാഫിൻ്റെ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പ്രൈംസ് അൽഗോരിതം ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്കൽസ് അൽഗോരിതം ആയിരിക്കും ചോദിക്കുക. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. താങ്ക്